നന്ദു പുറത്തേക്ക് പോയിരിക്കാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നയനയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് നന്ദുവിനെ കാണുന്നുണ്ട്. അല്ല, നയന എവിടെ? കുറെ കാലമായല്ലോ കണ്ടിട്ട്, അവളെ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും ഇത് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. നന്ദു പറയാണ്, ചേച്ചിക്ക് സുഖമില്ല വീട്ടിലുണ്ടെന്ന് പറയുമ്പം അയ്യോ എന്ത് പറ്റി, പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കാണ്. അതല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ എന്താ പറ്റിയേ? ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നല്ലോ, നിനക്കറിയാലോ. അതുകൊണ്ട് വിവാഹത്തിന് പോലും പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ നാട്ടിലെത്തിയത് മിനിങ്ങാന്നാ. എന്തായാലും അവളെ ഒന്ന് കാണാൻ പോകണമെന്ന് കരുതി ഇരിക്കായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെ കൂടെ ആ പെൺകുട്ടി നയനയുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരോടും വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവള് നയനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ നയന, നിനക്ക് എന്താ പറ്റിയേ? എന്തോ പ്രശ്നമുണ്ടെന്ന് നന്ദു പറഞ്ഞു, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കാണ്. നിന്റെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നീ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, എങ്ങനെയൊക്കെയാ കല്യാണം പ്രശ്നത്തിലൂടെ ഉണ്ടായെന്നും നിന്റെ ചേച്ചിയുടെ കാര്യവും ഭർത്താവിന്റെ കാര്യമെല്ലാം പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ നിന്റെ ഭർത്താവ് എങ്ങനെ, നല്ല സ്നേഹത്തിലാണോ എന്നൊക്കെ ചോദിക്കാണ്. അവള് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഇപ്പൊ നല്ല സ്നേഹത്തിലാ, ഇതും കൂടി ആയപ്പോ നല്ല സ്നേഹത്തിലായെന്ന് പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കനകം വന്നിട്ട് പറയുന്നുണ്ട്, മോളെ നയന മോള് അവളുടെ അമ്മായിമ്മയ്ക്ക് കരൾ കൊടുത്ത്, നയനമോള ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നും പറഞ്ഞിട്ട് അന്ന് പാല് കുടിച്ച കാര്യം മുതൽ കരൾ നൽകിയ കാര്യം വരെ പറയുന്നുണ്ട്. കൂട്ടുകാർ പറയാണ്, അത് കൊള്ളാലോ, എന്തായാലും നിന്റെ അമ്മായിമ്മ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അറിയിക്കുമ്പം എന്തായാലും റിയാക്ഷൻ ചോദിക്കുമ്പം അതറിയില്ല, അത് പേടിച്ചിട്ടാ ആരൊന്നും പറയാത്തെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നിന്നോടുള്ള വെറുപ്പ് അവർക്ക് കൂടത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്തായാലും ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ലടി, അതുകൊണ്ടാ എന്നൊക്കെ നയന പറയാണ്. അങ്ങനെ ആ പെൺകുട്ടി കുറേ നേരം നയനയുടെയും ആദർശിന്റെയും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും അവളുടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അവൾ പറയാണ്, പിന്നെ മറ്റൊരു വിശേഷം കൂടിയുണ്ട്, എൻ്റെ വിവാഹം നിശ്ചയിച്ചു, ഈ മാസം തന്നെയുണ്ട്. എന്തായാലും നിന്നെ കാണാൻ വേണ്ടി ഇറങ്ങാനിരിക്കായിരുന്നു, അപ്പളാ വഴി വെച്ച് നന്ദുവിനെ കണ്ടത്, ആ കൂടെ ഞാനിങ്ങ് പോരുന്നതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഉടനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡാകാൻ പോകുന്ന ആളും കൂടി വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കല്യാണം ക്ഷണിക്കാനാണ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും അവൾക്ക് ആശംസയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി ഞാൻ പോവാന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് 3-4 സ്ഥലത്ത് കൂടി കയറാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം നന്ദു എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 5-6 ദിവസം കഴിയാണ്. ഈ സമയത്ത് ആ പെൺകുട്ടിയാണെങ്കിൽ അവള് എങ്ങനെ നയനയെ കാണാൻ വേണ്ടി വരണമെന്ന് കരുതി ഇരിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ ഫിനാൻസിയോട് കൂടെ കാണും കേട്ടോ. നയനയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പം ആ കുട്ടി ഇപ്പം അവളുടെ വീട്ടിലേക്ക് പോയി കാണില്ലേ, നീ വിളിച്ചു നോക്കുമെന്ന് പറയുമ്പം ഇല്ല ഏട്ടായി, ഞാൻ അന്ന് നമ്പർ മേടിക്കാൻ മറന്നുപോയി, എന്തായാലും നമുക്ക് അനന്തപുരിയിലേക്ക് പോകാം, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, വലിയ കൊട്ടാരവാ എന്ന് പറയുന്നുണ്ട്. എനിക്കിന്ന് വരാൻ പറ്റില്ല, ഞാൻ ബിസിയാ, എന്നാലും നീ പോയിട്ട് വാ, തിരിച്ചു വരാൻ നേരം എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിന്നെ പിക്ക് ചെയ്തോളാം, അത്യാവശ്യം ഇവിടെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അനന്തപുരം തറവാടെന്ന് ഞാനും കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. ആ പെൺകുട്ടി പറയണം, അതെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്, ആ തറവാടിലൊക്കെ കയറാൻ പറ്റുകയെന്ന് വെച്ചാൽ വലിയ സംഭവമല്ലേ, അകത്തൊക്കെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം, എന്നിട്ട് നമുക്ക് ആ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫ്രണ്ടിനെ വിടാൻ പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാമല്ലോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പെൺകുട്ടി പറയാണ്, എന്നാൽ ഞാൻ തന്നെ പോയി കണ്ടോളാം, ആ കുട്ടി ഇവിടെ തന്നെ കാണുമെന്ന് ഉറപ്പാണോ? ആ ഉറപ്പാ, എന്തായാലും ആദർശേട്ടൻ ഇവിടെ തന്നെ കാണുമല്ലോ, അവരുടെ ഹസ്ബൻഡേ, അതുകൊണ്ട് ആ കുട്ടിയെ ആ ആദർശേട്ടനെ കണ്ടിട്ടും കല്യാണം വിളിക്കണം, അവളെയും കൂട്ടിക്കൊണ്ട് വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി അനന്തപുരിലേക്ക് കയറി പോവാണ്. അങ്ങനെ അവിടെ ചെന്ന പാട് തന്നെ ഹാളിലിരിക്കുന്നത് ദേവ്യാനി ആയിരിക്കും കേട്ടോ. അവിടെ നവ്യയും കാണും, അതുപോലെ ബാക്കി എല്ലാവരും അവിടെ രാവിലത്തെ കാപ്പികുടിയൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കുട്ടി അകത്തേക്ക് കയറി ചെന്ന പാടെ അനാമിക ചോദിക്കുന്നുണ്ട്, ആരാ, എന്ത് വേണം ചോദിക്കുകയാണ്. അല്ല, ഇതല്ലേ അനന്തപുരി വീടെന്ന് ചോദിക്കുമ്പം, ആഹാ, ഇങ്ങോട്ടേക്ക് അതുപോലെ പറയാതാണോ കയറി വന്നതെന്ന് ചോദിക്കാം കേട്ടോ അനാമിക. ദേവേനി പറഞ്ഞിട്ട്, എന്താ മോളെ ഇത്, ഒരാൾ കയറി വരുമ്പം ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടേ? അയ്യോ സോറി വല്യമ്മേ, അല്ല ആരാണെന്ന് അറിഞ്ഞാതുകൊണ്ട് ചോദിച്ചതാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ എന്നൊരു ചോദിക്കുകയാണ്, ആഹാ അഞ്ജു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ. നവ്യേച്ചി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ. എങ്ങനെയുണ്ട് മോളെ, എന്തുണ്ട് വിശേഷം, കുറേ നാളായല്ലോ കണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും അഞ്ജു പറയുന്നുണ്ട്, ഞാനിവിടെ ഇല്ലായിരുന്നു ചേച്ചി, ഞാൻ പുറത്തായിരുന്നു, പഠിത്തമൊക്കെ കഴിഞ്ഞു, ഇപ്പം എൻ്റെ കല്യാണമാണ്, അത് വിളിക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അല്ല നയന എവിടെയും ചോദിക്കുമ്പം നവ്യ പറയാണ്, അത് പിന്നെ നയന അവൾ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. ഉടനെ ആദർശ് ചോദിക്കുകയാണ്, ആരാ നവ്യ എന്ന് ചോദിക്കുമ്പം ഇത് നയനയുടെ ഫ്രണ്ടാ, അവള് ഗൾഫിലായിരുന്നു, അവള് പുറത്തായിരുന്നു, പഠിക്കായിരുന്നു, ഇപ്പൊ വന്ന് ആദർശേട്ടാ വിവാഹം ക്ഷണിക്കാനായിട്ടെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, നയന ഇവിടെ ഇല്ല, അവളുടെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. ദേവേനെ പറയുന്നുണ്ട്, ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടേ ഇങ്ങോട്ടേക്ക് വരാൻ, അവളുടെ ഫ്രണ്ടാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയാൽ കണ്ടത്, അല്ലാതെ ഇങ്ങോട്ടല്ല.
അപ്പോഴേക്കും ആ കുട്ടി ചോദിക്കാറട്ടോ, ആഹാ ഇതുവരേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മരുമോളുടെ പിണക്കൊന്നും മാറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും ചോദിക്കാണ്, എന്താ ദേവയാനി ഇത്, വീട്ടിലേക്ക് വന്ന് കയറിയ ഒരു ഗസ്റ്റിനോടാണോ ഇങ്ങനെയൊക്കെ പറയേണ്ടത്? അത് എന്തൊക്കെ പറഞ്ഞാലും നയനയുടെ ഫ്രണ്ടല്ലേ, അപ്പം അവൾക്കൊരു റെസ്പെക്ട് കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ ദേവേനി പറയാണ്, പിന്നെ അവൾക്ക് അവിടെ റെസ്പെക്റ്റ് ഇല്ല, പിന്നല്ലേ അവളുടെ ഫ്രണ്ടിന് എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയണം, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, എൻ്റെ ഭാര്യയാ നയന, ഞാൻ ആദർശ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്, അവൾ എനിക്ക് ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ അയച്ചെന്ന് കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. പിന്നെ ഈയിടയ്ക്ക് അവളുടെ സർജറി കഴിഞ്ഞല്ലോ, അതിൻ്റെ കാര്യവും പറഞ്ഞെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ് കണ്ണുകൊണ്ട് വേണ്ടാന്ന് കാണിക്കുന്നുണ്ട്. നവ്യം മിണ്ടരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ കുട്ടി എന്താ എന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി പറഞ്ഞിട്ട്, അല്ല ആദർശിട്ട, ഞാൻ അവളുടെ വീട്ടിൽ പോയിരുന്നു കാണാനായിട്ട്, അപ്പളെല്ലാം എന്ന് പറയുമ്പോഴേക്കും നവ്യ, അയ്യോ മോൾ ഇങ്ങോട്ട് വാ, ചായ കുടിക്കണ്ടേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി ചോദിക്കുകയാണ്, സർജറിയോ, എന്ത് സർജറി എന്ന് ആദർശോട് ചോദിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് മാറിപ്പോയതാ, അമ്മയുടെ സർജറിയുടെ കാര്യം ആ കുട്ടി നയന ആ കുട്ടിയോട് പറഞ്ഞിരുന്നു, അത് മാറിപ്പോയതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി ഒരു നിമിഷം ആലോചിക്കുകയാണ് കേട്ടോ. ആ കുട്ടി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാണല്ലോ അവളുടെ സർജറിയൊക്കെ ഇടയ്ക്ക് കഴിഞ്ഞല്ലേ ഉള്ളൂ എന്ന്. ഇത് കേട്ടപ്പം ദേവനിക്ക് നല്ല സംശയമാകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നവ്യ അവളെ വിളിച്ച് അകത്തേക്ക് പോവുകയും ചെയ്തല്ലോ. നവ്യ അകത്ത് പോയിട്ട് പറയുന്നുണ്ട്, അതെ ഇവിടെ ആർക്കും ആ കാര്യമൊന്നും അറിയത്തില്ല, ആദർശനും എനിക്കും മുത്തശ്ശിക്കും പിന്നെ 1-2 പേർക്ക് മാത്രമേ അറിയുള്ളൂ. അവളുടെ അമ്മായിമ്മയ്ക്ക് തീരെ അറിയില്ല, അവരറിഞ്ഞ ആകെപ്പാടെ വിഷയം ഉണ്ടാക്കും. ഇനി അവളുടെ കരൾ സ്വീകരിച്ചു എന്നും പറഞ്ഞ് ചിലപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യാനും മടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ പറയുമ്പം അഞ്ജു പറയുന്നുണ്ട്, എൻ്റെ പൊന്നു നവ്യേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എല്ലാവരോടും പറയണ്ടേ, അല്ലാതെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് എന്താ പ്രയോജനം? മറച്ചു വെക്കുന്നതുകൊണ്ട് ആർക്കാ പ്രയോജനം? നയനയ്ക്ക് ഒട്ടും പ്രയോജനം ഇല്ലാതാവുന്നേ. നവ്യ പറയാണ്, അതൊക്കെ ശരിയാ, ഇവിടെ ഉള്ളവരോട് ഞാനത് പലതവണ പറഞ്ഞതുവാ, പക്ഷേ നയനയും അവരൊന്നും കേൾക്കില്ല. പറഞ്ഞാൽ ഇനി അമ്മ അതിൻ്റെ പേര് ടെൻഷൻ അടിക്കും, അതിൻ്റെ പേരിൽ നീ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നേ. അഞ്ജു പറയാണ്, നിങ്ങൾ തീർച്ചയായും ചിന്തിച്ചു നോക്കിയേ, ഒരു പക്ഷെ തനിക്ക് കരുതൽ നൽകിയത് തന്റെ മരുമകളാണെന്നറിഞ്ഞ് അവർ സ്നേഹിച്ചാലോ എന്ന് ചോദിക്കാണ്. അതിനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല, അവരുടെ സ്വഭാവം അങ്ങനൊരു സ്വഭാവ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിക്ക് ചായയൊക്കെ കൊടുത്ത് കുറച്ചു നേരം ഇരുന്നേമ്പം ആ കുട്ടി വന്നിട്ട് ദേവിയുടെ മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പറയാണ്, എൻ്റെ കല്യാണമാണ് ഈ മാസം, എല്ലാവരും വന്ന് സഹകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അനാമിക പിന്നെ ഇപ്പോൾ വരാൻ പോവല്ലേ എന്ന് പറയുമ്പോഴേക്കും അഞ്ജു പറയുന്നുണ്ട്, അയ്യോ തന്നെ ഞാൻ ക്ഷണിച്ചില്ല, ഞാൻ എൻ്റെ നയനയുടെ വീട്ടുകാരെ ക്ഷണിച്ച് എന്നും പറഞ്ഞിട്ട് ആ കുട്ടി ഇറങ്ങി പോകുമ്പോഴേക്കും നല്ല രണ്ടെണ്ണം പറയുന്നുണ്ട് കേട്ടോ. അനാമിക, കണ്ടോ അമ്മേ കണ്ടോ, അവളെക്കാട്ടിലും അഹങ്കാരി അവളുടെ കൂട്ടുകാരി, അവളുടെ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും ഒരേ സൈസാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അങ്ങോട്ട് പറഞ്ഞല്ലേ ഇങ്ങോട്ടും കിട്ടുള്ളൂ, നീ എന്താ ആ ഒരു ഗസ്റ്റ് വിട്ട് വന്നപ്പം എങ്ങനെ പെരുമാറണമെന്ന് പോലും നിനക്കറിയില്ലല്ലോ എന്നൊക്കെ ആ കുട്ടിയോട് പറഞ്ഞേ. പിന്നെ ആ കുട്ടി അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഉള്ള അത്ഭുതം എന്ന് നവ്യ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അതെ നവ്യ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്, വീട്ടുകാരോടും നാട്ടുകാരോടും ഫ്രണ്ട്സിനോടും വരുന്ന വിരുന്നുകാരോടും ഒക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അനാമിക ഇനിയും പഠിക്കാനുണ്ട്. ഇതേ അനന്തപുരം തറവാട, ഇവിടേക്ക് ഒരുപാട് VIP കളൊക്കെ വരുന്ന ഇടയ്ക്കിടയ്ക്ക്, അതുകൊണ്ട് ഇമാതിരിയുള്ള സ്വഭാവമൊന്നും അവരുടെ അടുത്ത് എടുക്കാൻ നിൽക്കരുത്, കേട്ടല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് അനാമിക ദേഷ്യപ്പെട്ട് കയറിപ്പോവാണ്. പക്ഷെ നമ്മുടെ ദേവിയുടെ മനസ്സിൽ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. എന്തായിരിക്കും ശരിക്കും സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞ അർത്ഥം? അത് മാത്രമല്ല പലതവണ ആദർശ് നയനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കും പോകുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ ഒറ്റ വാക്കിന് പുറത്ത് അവൾ വീട്ടിൽ പോയി നിൽക്കുന്നവളൊന്നും അല്ല, പലതവണ ഞാൻ ഇറക്കി വിട്ടിട്ട് പോലും അവൾ തിരിച്ചു കയറി വന്നവളാ. ഇതിലെന്തോ ഒരു സത്യമുണ്ട്, അത് കണ്ടുപിടിക്കണം എന്ന് ദേവ്യാനി ഉറപ്പിക്കുന്നുണ്ട്.